ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപർണയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എംപ്ലോയി ടേൺ ഓവർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയാണ്. എന്താണ് എംപ്ലോയി ടേൺ ഓവർ എന്ന് ചോദിച്ചാൽ, നമ്മളൊരു ഓർഗനൈസേഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അവിടെ കുറച്ച് എംപ്ലോയീസ് ഉണ്ടാവും. ഇൻ ബിറ്റ്വീൻ ആ ഇയറിൽ കുറച്ച് പേര് കൊഴിഞ്ഞു പോവുകയും വീണ്ടും കുറച്ച് പേര് ജോയിൻ ചെയ്യുകയും അങ്ങനെ പല പല സംഭവങ്ങൾ നടക്കും അല്ലേ. അപ്പോൾ എൻഡിലുണ്ടാവുന്ന എംപ്ലോയീസും സ്റ്റാർട്ടിങ്ങിലുണ്ടാവുന്ന എംപ്ലോയീസും മിഡിലുണ്ടാവുന്ന എംപ്ലോയീസൊന്നും സെയിം നമ്പറല്ല. അതായത് ഈ എംപ്ലോയീസിൻ്റെ വന്നും പോയും ഉള്ള ആ നിൽപ്പ്, അതിനെയാണ് നമ്മൾ എംപ്ലോയി ടേൺ ഓവർ എന്ന് പറയും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദ ചേഞ്ച് ഇൻ ദ കോമ്പോസിഷൻ ഓഫ് എംപ്ലോയി ഫോഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതിന് പല റീസൺസ് ഉണ്ട്. പേഴ്സണൽ കാരണങ്ങളുണ്ടാവും, അൺഅവോയ്ഡബിളായിട്ടും അവോയ്ഡബിളായിട്ടുള്ള പല കാരണങ്ങളുണ്ടാവാം. ഈ എംപ്ലോയി ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഒരു 3-4 മെത്തേഡ്സ് ഉണ്ട്. അങ്ങനെ എംപ്ലോയി ടേൺ ഓവർ എന്ന് പറയുന്നത് ബേസിക്കലി ഓർഗനൈസേഷൻ അത്ര നല്ല കാര്യമല്ല. അതുകൊണ്ട് എംപ്ലോയി ടേൺ ഓവർ സംഭവിക്കുന്നത് കൊണ്ട് ഒരു ഓർഗനൈസേഷൻ ഒരുപാട് കോസ്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ മെയിനായിട്ട് 2 ടൈപ്പ് കോസ്റ്റുകളാണുള്ളത്. ഒന്ന് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്, അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് കോസ്റ്റ്. ഇങ്ങനെ 2 ടൈപ്പ് കോസ്റ്റുകളുണ്ടാവും. അതായത് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് എംപ്ലോയി ടേൺ ഓവർ വന്നു പോയി അതിന് ശേഷം ആ കമ്പനിക്ക് ഉണ്ടാകുന്ന കോസ്റ്റുകളാണ്. പ്രിവെൻറ്റീവ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എംപ്ലോയി ടേൺ ഓവർ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന കുറച്ച് റെമഡീസ്, പരിഹാരങ്ങൾ, അവയ്ക്ക് ഉണ്ടാകുന്ന കോസ്റ്റുകളെയാണ് നമ്മൾ പ്രിവെൻറ്റീവ് കോസ്റ്റ് എന്ന് പറയുക.